അവനെന്നെ അറിയില്ല, കാണിച്ചു കൊടുക്കാൻ ഞാൻ. നീ ഒന്ന് മമ്മി, അതൊന്നും സാരില്ല, നമുക്ക് വീട്ടിൽ പോവാ. വാ, നീ നടക്ക്. ഈ കുട്ടികൾ പോയിട്ട് എത്ര നേരം ഇതൊന്നും നീ വരുന്ന കാണാത്തെ? എന്റെ മനുഷ്യ, നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ, അവരിപ്പോഴും ചെറിയ കുട്ടികളാന്ന് വിചാരം. നിനക്കേ അങ്ങനെ പറയാം, എനിക്ക് ഇപ്പോഴും അവര് ചെറിയ കുട്ടികൾ തന്നെയാ. ഇളയവൾക്ക് നല്ല പരാതി ഉണ്ട്, നിങ്ങൾക്ക് മൂത്തവളെ മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന്. നമ്മൾക്ക് അങ്ങനെ കിട്ടിയതല്ലേടി അവളെ. അതെ, ഞാനൊന്നും മറന്നിട്ടില്ല. രണ്ടാളും റൊമാൻസ് തുടങ്ങിയല്ലേ? ആ കുറുമ്പികൾ വന്നോ? അല്ല മോളെ, ഇതൊന്നും നിന്റെ ദേഹത്തൊക്കെ? ഓ, അതൊന്നും പറയാത്തത് അമ്മേ നല്ലത്. എനിക്ക് നല്ല വിശപ്പുണ്ട്, നിങ്ങൾ കഴിക്കാൻ എടുക്ക്. മോളെ ഇത് പറ, എന്താ നിന്റെ ദേഹത്തൊക്കെ പറ്റിയ? മുഴുവൻ ചളിയാണല്ലോ. എന്റെ പൊന്നച്ഛ അമ്മേ, ഒന്നുമില്ലാന്ന്. ചക്കി മോളെ നീ പറ, ചേച്ചി എന്തായാലും പറയില്ല, എന്താ പറ്റിയേ? അതമ്മേ, ഒരാൾ ചേച്ചിന്റെ ദേഹത്ത് മുഴുവൻ ചളി തെറിപ്പിച്ചിട്ട് പോയി. എന്റെ ചേച്ചി അയാൾക്ക് കണക്കിന് കൊടുത്തു. അപ്പൊ അയാൾക്ക് ദേഷ്യം പിടിച്ചപ്പോ അയാൾ പിന്നെ ചേച്ചിന്റെ മുഖത്തേക്ക് ചെറിയാക്കി. എന്റെ ദൈവം, എന്നിട്ടാണോ മോളെ നീ ഒന്നും മിണ്ടാതിരിക്കുന്നേ? അതിനെന്താ അമ്മേ, വാ നമുക്ക് അകത്ത് പോയി എന്തെങ്കിലും കഴിക്കാം. നിന്റെ കുറുമ്പിപ്പോ വല്ലാതെ കൊടുത്തിട്ട് നിനക്ക് കാണിച്ചു തരാം. അയ്യോ വേണ്ട അമ്മേ, അമ്മേ പ്ലീസ്, അമ്മേ പ്ലീസ്. അച്ഛ പറ, അച്ഛ ഞാനൊന്നും ചെയ്തിട്ടില്ല, അച്ഛ പറ. മതിയടി, അവളെ വെറുതെ വിട്ടേക്ക്. അങ്ങനെ അമ്മ ചേച്ചിക്ക് നന്നായി കൊടുക്ക്. അയ്യോ അമ്മേ, അയ്യോ മോളെ എന്താ മോളെ? അത് പിന്നെ അമ്മേ, അമ്മ പേടിച്ചേ. ഇവളുടെ ഒരു കാര്യം. ഏട്ടാ, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാം. ഇത്ര നേരത്തെ നിങ്ങൾ കിടന്നോ? എന്തോ ക്ഷീണം, അപ്പൊ ഞാനിവിടെ കിടന്നതാ. എന്താ നിങ്ങൾക്ക് എന്താ പറ്റിയേ? എന്തോ ആലോചനയിലാണല്ലോ. അതേടി, ഞാൻ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ഓർക്കുകയായിരുന്നു. അതെന്താ ഇത്രമാത്രം ഓർക്കാൻ ഇപ്പോ? നിനക്ക് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഓർമ്മയില്ലേ? നാളെന്താ? നാളൊന്നുമില്ലല്ലോ. നീ മറന്നല്ലേ? ഞാൻ മറക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയാം നിനക്ക് ഓർമ്മ ഉണ്ടാവുന്ന, കുട്ടികൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും എന്തോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നാളെ തന്നെ നമുക്ക് നമ്മുടെ നന്ദിനി മോളെയും കിട്ടിയത്? ഒന്നും മറന്നിട്ടില്ലടി. നീ ഇങ്ങോട്ട് വന്ന് കിടന്നേ. ഇന്ന് വരെ നമ്മൾ അവൾക്കൊരു കുറവും വരുത്തിയിട്ടില്ല. അതുപോലെ ഇനി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. ഇങ്ങനെ ടെൻഷൻ ആവില്ലേ, നമ്മുടെ മോൾ എന്നും സന്തോഷത്തോടെ തന്നെ ഇരിക്കും. നീ നോക്കിക്കോ. പൊന്നു ചേച്ചിയല്ലേ, സോറി ചേച്ചി, ഞാൻ മറന്നുപോയി. ശരി ശരി, വേഗം വാ, അച്ഛനമ്മയൊന്നും അറിയാൻ പാടില്ല. ഓക്കെ ചേച്ചി പറഞ്ഞിട്ട് പോയാ പോരെ? അതൊന്നും വേണ്ട, നീ ഒന്ന് വന്നേ. അവരൊക്കെ അങ്ങനെ അറിയാം, നമ്മുടെ പ്ലാനൊക്കെ പൊടി. നീ വേഗം വാ. ശരി ചേച്ചി വാ. രണ്ടാളൊന്നും നിന്നേ. അല്ല മക്കൾ ഇതെങ്ങോട്ടാ? നമ്മൾ പെട്ടു. അത് പിന്നെ അമ്മേ, അമ്മേനോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എന്റെ കൂട്ടുകാരി രമ അവളുടെ അടുത്ത് പോവാ. അവൾ കുറെ ദിവസമായി എന്നെ അവളെ വീട്ടിലേക്കൊന്ന് വിളിക്കുന്നു. നീ അമ്മയെ പോയിട്ട് വരാം. അല്ലേ തുമ്പി മോളെ? അതെ അതെ, മരേന്റെ അടുത്ത് പോവാ. മരമേന്റെ അടുത്ത് പോവാ. എന്തോ കള്ളത്തരം മണക്കുന്നുണ്ടല്ലോ രണ്ടെണ്ണത്തിനെയും. എന്ത് കള്ളത്തരം? ഒരു കള്ളത്തരം ഇല്ല അമ്മ. ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്ക് വാക്ക് കൊടുത്തോ. ഏതാ? ശരി ശരി, പോയിട്ട് വാ. നീ നടക്ക്. നീ നോക്കി രണ്ടാളും സൂക്ഷിച്ചു പോണേ. അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചാ. ഈ കുട്ടികളുടെ ഒരു കാര്യം.